സർ, ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ലക്ഷ്യമിട്ടത് പൂർത്തിയാക്കാൻ സാധിച്ചതോടെയാണോ വെടിനിർത്തലിന് ഇന്ത്യ സമ്മതിച്ചത്? ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു നമ്മുടെ പഹൽഗാമിലുണ്ടായ ഒരു അടിക്ക് ഒരു തിരിച്ചടി കൊടുക്കണമെന്ന് മാത്രമായിരുന്നു നമ്മൾ ആ തുടക്കത്തിൽ തന്നെ തീരുമാനിച്ചത്. അതതിൻ്റെ എല്ലാ അർത്ഥത്തിലും നമ്മൾ അതിൻ്റെ അടുത്ത ദിവസം തന്നെ അതിനൊരു തിരിച്ചടി അതിൻ്റെ ഒരു പ്ലാനിങ്ങോടുകൂടി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മളത് കറക്റ്റായിട്ട് 9 ടാർഗറ്റ് സെലക്ട് ചെയ്ത് പ്രിസൈസീവായിട്ടുള്ള ഒരു പ്രിസിഷൻ ടാർഗറ്റ് തന്നെ ചെയ്തിട്ട് നമ്മളത് അവരുടെ മിലിറ്ററിയോ അവരുടെ സിവിൽ ടാർഗറ്റോ ഒന്നും ബന്ധപ്പെടുത്താതെ അവർക്കൊന്നും ഒരു ഉപദ്രവം സംഭവിക്കാത്ത രീതിയിൽ ടെററിസ്റ്റുകളുടെ പുറത്ത് തന്നെ നമുക്ക് അടിക്കാൻ സാധിച്ചു. നമ്മൾ അങ്ങനെ ഒരു പ്രഹരം അവർക്കുണ്ടാക്കി എന്നുള്ളതാണ് സത്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രഹരം പാകിസ്ഥാൻ ഒരു പാഠം പഠിപ്പിക്കേണ്ടതായിരുന്നു. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ടെററിസ്റ്റുകളാണ് നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് ഉള്ള ഒറ്റ ചിന്തയോടുകൂടി ടെററിസ്റ്റുകളുടെ പ്ലാനിങ്ങും അവരുടെ ട്രെയിനിങ് സെൻറ്റേഴ്സും അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സും അവരുടെ ക്യാമ്പുകളും അവരുടെ പ്ലാനിങ് കേന്ദ്രങ്ങളും ഒക്കെയാണ് നമ്മൾ സ്പെസിഫിക്കായിട്ട് അറ്റാക്ക് ചെയ്തത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിജയകരമായിട്ടുള്ള ഒരു ഓപ്പറേഷനായിരുന്നു. അതായിരുന്നു നമ്മുടെ ഇനിഷ്യലി ഉള്ള ഒരു ഉദ്ദേശവും. പക്ഷേ അത് കഴിഞ്ഞ് ഉണ്ടായ പ്രഹരങ്ങളും ഉണ്ടായ കൗണ്ടർ അറ്റാക്കുകളും കൗണ്ടർ ഷെല്ലിങ്ങും പാകിസ്ഥാൻ്റെ യാതൊരു പ്ലാനിങ്ങും ഇല്ലാത്ത ഏതെങ്കിലും രീതി നമ്മൾ ഉപദ്രവിക്കുന്ന ഒരു രീതിയിലേക്ക് പോയപ്പോഴാണ് നമുക്ക് വീണ്ടും തിരിച്ചടിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ നമ്മൾ അത് വെച്ച് നിർത്തും എന്നുള്ളതായിരുന്നു നമ്മളെല്ലാം ചിന്തിച്ചത്. പക്ഷേ അത് ഒരു സിന്ദൂറിൻ്റെ അങ്ങേയറ്റം പോകുന്ന വീണ്ടും സ്ട്രെച്ച് ചെയ്ത് പോകുന്ന ഒരവസ്ഥയിലേക്ക് വരികയും ഇന്ത്യ അതിന് ഒരിക്കലും നമുക്ക് വിട്ടുപോരുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ലല്ലോ നമ്മളായിട്ട്. അതുകൊണ്ട് നമ്മളൊരു പ്രഷറൈസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഒരു രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസമായപ്പോഴേക്കും പാകിസ്ഥാൻ നമ്മളെ കൂടുതൽ ഉപദ്രവിക്കാൻ തുടങ്ങുകയും ഇനിഷ്യലി അവരൊരു ബോർഡറിൻ്റെ ഓരോ സൈഡിലുമുള്ള ഒരു ഇന്ത്യ ബോർഡർ ഒരു ഷെല്ലിങ്ങും കൗണ്ടർ ഷെല്ലിങ്ങും സ്മോൾ ആംസ് ഫയറിങ്ങും ഒക്കെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അത് വീണ്ടും നമ്മളെ അവർ ഡ്രോൺസ് ഉപയോഗിച്ച് തുടങ്ങി, അവർ മിസൈൽസ് ഉപയോഗിച്ച് തുടങ്ങി. അങ്ങനെയൊക്കെ വന്നപ്പോൾ നമ്മുടെ പല ഏരിയാസിനെയും അത് അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ മിലിറ്ററി ടാർഗറ്റ്സിനെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ കോർ ഹെഡ് ക്വാർട്ടേഴ്സ് ഉന്നം വെച്ച് അവർ വെടിവെക്കാനൊക്കെ തുടങ്ങുന്ന ഒരവസരത്തിൽ നമ്മുടെ ഉറി സെക്ടറിൽ പല സിവിലിയൻസിനും വീടൊക്കെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോൾ നമുക്ക് വീണ്ടും തിരിച്ചടിക്കേണ്ടി വന്നു. വീണ്ടും നമ്മൾ അവരെ ഒരു ഉപദ്രവിക്കലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ഇറിറ്റേഷനായിട്ട് നടക്കുകയായിരുന്നു. അതായിരുന്നു ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ദിവസം തന്നെ ഇന്ത്യയുടേതായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് അന്ന് തന്നെ നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ആ ഒരു ടെററിസ്റ്റ് ആക്രമണത്തിൽ അവർക്ക് നല്ലൊരു നഷ്ടമുണ്ടായി. ടെററിസ്റ്റുകൾ തന്നെയാണ് നഷ്ടം. പിന്നെയുള്ള റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലായത് പല ടെററിസ്റ്റുകളും ഇമ്പോർട്ടായിട്ടുള്ള ലഷ്കർ ഇ തോയ്ബ ആയിരുന്നാലും മറ്റ് പല അവരുടെ RPF ആയിരുന്നാലും അവിടെയൊക്കെ ഉള്ള ഈ ടെററിസ്റ്റ് ഗ്രൂപ്പിൻ്റെ പല നേതാക്കന്മാരും അവരുടെ ലീഡേഴ്സും പല ആൾക്കാരും ഏതാണ്ട് 100-ലധികം ടെററിസ്റ്റിനെ നമുക്ക് നശിപ്പിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അവരുടെ ആൾക്കാർ തന്നെ അവരുടെ ലീഡേഴ്സ് തന്നെ മരിക്കപ്പെട്ട അവസ്ഥയിലായിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു രീതിയിലുള്ള ഒരു ഫൈറ്റ് നമുക്ക് ആദ്യത്തെ ദിവസം കൊടുക്കാൻ സാധിച്ചു. അത് വെച്ച് തീർക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ അതായിരിക്കും ബെറ്ററായിട്ടുള്ള ഓപ്ഷൻ. ഇന്ത്യ അത് തീർക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ അത് നടക്കാത്തത് പാകിസ്ഥാൻ്റെ ഇങ്ങോട്ടുള്ള ഇനിഷ്യേറ്റീവും പാകിസ്ഥാൻ്റെ ആവശ്യമില്ലാത്ത ഒരു ഇന്ത്യ ബോർഡറിൽ വന്ന് കയറുക, വീണ്ടും വന്നടിക്കുക, നമ്മുടെ ബോർഡർ ക്രോസ് ചെയ്തിട്ടുള്ള ബോംബാർഡ്മെൻറ്റ് ചെയ്യുക, ഷെല്ലിങ് ചെയ്യുക, അതോടൊപ്പം ഡ്രോൺസ് കൊണ്ടുവരിക, അതോടൊപ്പം മിസൈൽസ് കൊണ്ടുവരിക, അങ്ങനെയൊക്കെ നമ്മൾ ഉപദ്രവിക്കാൻ തുടങ്ങും. നമ്മുടെ സിവിൽ ടാർഗറ്റിനെ തന്നെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നൊരവസ്ഥയിലാണ് നമുക്ക് വീണ്ടും അത് തുടർച്ചയായിട്ട് കൊണ്ടുപോകേണ്ടി വന്നത്. സർ, പാകിസ്ഥാന്റെ റഡാർ സംവിധാനങ്ങളും ആയുധങ്ങളും തകർന്ന് തരിപ്പണമായി. ഇന്ത്യയുടെ ആക്രമണത്തിന്റെ ചൂട് ലാഹോറും കറാച്ചിയും വരെ അറിഞ്ഞു എന്നൊക്കെയാണ് വാർത്തകൾ. അത്രയ്ക്ക് നാശനഷ്ടം ഉണ്ടായോ പാകിസ്ഥാൻ? തീർച്ചയായിട്ടും അതാണ് നമ്മൾ നമ്മുടെ ന്യൂസിൽ നിന്നും ഇപ്പോൾ ഈ ന്യൂസ് അല്ല വരുന്നത്, ന്യൂസായിട്ടല്ല വരുന്നത്, അതിൻ്റെ ഫോട്ടോയോടുകൂടി നമ്മളെ കാണിക്കുകയാണ്. അതായത് എന്തൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ള പ്രശ്നങ്ങളെന്ന് വളരെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ആ ഫോട്ടോയിലും ആ സാറ്റലൈറ്റ് വഴിയുള്ള ആ ഒരു ഫോട്ടോകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഡയറക്റ്റായിട്ട് അവരുമായിട്ടുള്ള ആ ഒരു ആക്ഷൻസ് നമ്മൾ കാണുന്നുണ്ട്. മിസൈൽസ് പോകുന്ന വഴി നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ ലാഹോർ തുടങ്ങിയ കറാച്ചി തുടങ്ങിയ ഏരിയകളിൽ അവർക്ക് നല്ലവണ്ണം നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് ഔട്ടിലാണ് അവർ രാത്രിയൊക്കെ അവർ വർക്ക് ചെയ്തിരിക്കുന്നത്. അവർ പലതും ഒഴിച്ചു വയ്ക്കാനും ഒഴിച്ചുകൂടാത്ത പല തരത്തിലുള്ള അവരുടെ എയർപോർട്ട്, എത്ര എയർപോർട്ടാണ് നമ്മൾക്ക് നശിപ്പിക്കാൻ പറ്റിയിരിക്കുന്നത്. എയർഫീൽഡ്, എയർ സ്ട്രിപ്പുകൾ, അങ്ങനെ എത്രയോ ആണ്, ഏതാണ്ട് 9-10ഓളം എയർപോർട്ടുകളും എയർ സ്ട്രിപ്പുകൾക്കും കംപ്ലീറ്റ് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ജമ്മു കാശ്മീരിലുള്ള അവരുടെ ആ എയർഫീൽഡ്, VIPs ഉപയോഗിക്കുന്ന എയർഫീൽഡാണ്. അവിടെ തന്നെ നമുക്ക് കുറേയൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും.
സാധിച്ചിട്ടുണ്ട്. അങ്ങനെ അവരുടെ എയർഫീൽഡ് എടുത്താൽ തന്നെ, എയർപോർട്ട് എടുത്താൽ തന്നെ അതൊക്കെ നമുക്ക് ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പരിധി വരെ നമ്മൾ ഇവിടെയൊക്കെ ഒരു ആക്രമണം നടത്തുമ്പോൾ അവിടുത്തെ സിവിൽ ടാർഗറ്റ്സിനും സിവിലിയൻസിനും ഒക്കെ കുറേയൊക്കെ അത് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മളവരെ ഉന്നം വെച്ചല്ല ചെയ്തെങ്കിൽ തന്നെയും ഈ എയർപോർട്ടും അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ അറ്റാക്കിലേക്ക് വരുമ്പോൾ അവിടെയൊക്കെ ഉള്ള സിവിൽ പോപ്പുലേഷനെ അത് ബാധിക്കും. അങ്ങനെ കുറച്ച് സിവിൽ പോപ്പുലേഷനെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ സൈഡിൽ അവർ ശ്രമിച്ചപ്പോഴൊക്കെ നമുക്ക് അവരെ മിസൈൽസും അവരുടെ ഡ്രോൺസും ഒക്കെ നിർവീര്യമാക്കി നമുക്ക് ഒരു കാഷ്വാലിറ്റിയും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് പോകാൻ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഉറി സെക്ടറിൽ മാത്രം അവിടെ കുറേ സിവിലിയൻ ഏരിയയിൽ കുറേ ഷെല്ലിംഗ് നടന്നതുകൊണ്ട് അവിടെ വളരെ കുറച്ച് ഒരു 8-9 ആൾക്കാർക്ക് എന്തോ പരിക്ക് പറ്റിയിട്ടുണ്ട്. അവർക്ക് 1-2 പേർക്ക് മരണം ഉണ്ടായിട്ടുണ്ടെന്നുള്ള അല്ലാതെ നമുക്ക് വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ ആർമിക്ക് വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവർ ഇൻഫാക്റ്റ് ഇൻഫിൽട്രേഷനും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സാമ്പയിലൊക്കെ നമ്മൾ കണ്ടതാണ്. BSF അവരെ ചെറുത്ത് നിൽക്കാൻ ശ്രമിക്കുന്നു. BSF നമ്മുടെ 1-2 പിന്നെ ഒരു മിഡിൽ ജൂനിയർ കമ്മീഷൻഡ് ഓഫീസേഴ്സിനെയൊക്കെ അവർക്ക് നമുക്ക് ഒരു ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർ കൊല്ലാനൊക്കെ അവർക്ക് പറ്റിയിട്ടുണ്ട്. അത് അങ്ങനെ ചെറിയ വളരെ കുറച്ചിട്ടുള്ള ഒരു നമ്മുടെ ഒരു പിന്നെ ഡിസ്ട്രക്ഷനാണ് നമുക്ക് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ നെറ്റായിട്ട് അവർക്ക് വളരെ കൂടുതൽ ആൾക്കാരെയും വളരെ കൂടുതൽ സ്ഥാപനങ്ങളെയും അവർ ലാഹോർ, പിന്നെ അവരുടെ ഇസ്ലാമാബാദ് തുടങ്ങിയ പല സ്ഥലങ്ങളിലും ഇൻഫാക്റ്റ് കറാച്ചി വരെ അവർക്ക് കുറേയൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നതിനാൽ. ഇതുകൂടാതെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാകുന്ന ആഭ്യന്തര കലഹങ്ങൾ, പാകിസ്ഥാനകത്തുണ്ടാകുന്ന ആഭ്യന്തര കലഹങ്ങൾ. ഇപ്പം നമുക്കറിയാം BLA ഒരു ആയുധങ്ങളൊക്കെ ശേഖരിച്ച് പാകിസ്ഥാൻ്റെ ആർമിക്കെതിരായിട്ട് തന്നെ, അവരുടെ ഓർഗനൈസേഷനെതിരായിട്ട്, പാകിസ്ഥാൻ്റെ അവിടുത്തെ റൂളിംഗ് പാർട്ടികൾക്കെതിരായിട്ട് തന്നെ, അവിടെ സംസ്ഥാനത്തിൽ ഭരിക്കുന്ന കക്ഷികൾക്കെതിരായിട്ട് തന്നെ, അല്ലെങ്കിൽ അവിടുത്തെ സംസ്ഥാന രാഷ്ട്രീയ നേതാക്കൾക്കെതിരായിട്ട് തന്നെയും അവരുടെ സ്ഥാപനത്തിനായിട്ട് ഇവർ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ അവർ പിടിച്ചെടുത്തിട്ടുണ്ട്. കൊട്ട തുടങ്ങിയ ഭാഗത്ത് അവർക്ക് നല്ല സ്വാധീനമുള്ള ഒരു ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ പൊതുവെ BLA ബലൂച്ച് ലിബറേഷൻ ആർമി എന്ന് പറയുന്നത് അവർക്കൊരു തലവേദന എടുത്തിട്ടുള്ള ഇൻറ്റേർണൽ ഒരു ഓർഗനൈസേഷൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പക്തൂൺകാരുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ അവർക്കൊരു തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എക്സ്റ്റേണലായിട്ടും ഇൻറ്റേർണലായിട്ടും പിന്നെ അവരുദ്ദേശിച്ച തരത്തിലുള്ള ആർമമെൻറ്റും വെപ്പൻസും അല്ല അവർക്ക് കിട്ടിയത്. അത് ഒരു പക്ഷേ തുർക്കിയിൽ നിന്നാകട്ടെ, ഒരു പക്ഷേ ചൈനയിൽ നിന്നാകട്ടെ ഒക്കെ നമുക്ക് നമ്മൾക്ക് S-400 നമ്മുടെ കയ്യിലുണ്ടായിരുന്ന അതേപോലുള്ള ഒരു ശക്തിയുള്ള ഒരു വെപ്പനായിട്ട് നമ്മുടെ S-400 അതിനെയൊക്കെ ചെറുത്ത് നിർത്താനും അതിനെയൊക്കെ നിർവീര്യമാക്കാനും ഒക്കെ വളരെ ഈസി ആയിട്ട് സാധിച്ചിരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ അവരുടെ എക്യുപ്മെൻറ്റ്സും ഒക്കെ വളരെ നല്ല നിലയിലായിരുന്നില്ല.